കായികമേള കലക്കിയ സംഭവം. അന്വേഷണത്തിന് ഉത്തരവ്. 3-അംഗ സമിതിയെ നിയോഗിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടു. ഇതിനായി 3-അംഗ സമിതിയെ നിയോഗിച്ചു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. നാവാമുകുന്ദ മാർബസേൽ സ്കൂളുകളോടാണ് വിശദീകരണം തേടുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ റിവ്യൂ മീറ്റിംഗിലാണ് തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MI മീനാംബിക, ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ BT, SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK തുടങ്ങിയവരാണ് സമിതി അംഗങ്ങൾ. 2 ആഴ്ചയ്ക്കകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. കായികമേളയുടെ സമാപനത്തിൽ പോയിന്റിനെ ചൊല്ലി വാക്കേറ്റമുണ്ടായിരുന്നു. നാവാമുകുന്ദ മാർബസേൽ സ്കൂളുകളിലെ കായികാധ്യാപകരും കുട്ടികളുമാണ് പ്രതിഷേധിച്ചത്. ഗ്രൗണ്ടിൽ തുടങ്ങിയ പ്രതിഷേധം സ്റ്റേജിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. ഒരറിയിപ്പുമില്ലാതെ സ്പോർട്സ് സ്കൂളിനെ മികച്ച സ്കൂളുകളുടെ പട്ടികയിൽപ്പെടുത്തുകയും 2-ാം സ്ഥാനത്തിന് പുരസ്കാരം നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് 3-ഉം 4-ഉം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലേക്ക് കടന്നത്. അതേസമയം മേളയിൽ സ്പോർട്സ് സ്കൂളുകളും ജനറൽ സ്കൂളുകളും ഒരുമിച്ച് മത്സരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുയർന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പഠനം നടത്തി ഒരു പ്രപ്പോസൽ തയ്യാറാക്കാൻ കായിക രംഗത്തെ വിദഗ്ധരടങ്ങുന്ന സമിതിയെ നിയോഗിക്കും. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ മാനുവൽ പരിഷ്കരണം അടക്കം നടത്താനും യോഗം തീരുമാനിച്ചു.